Hi all, welcome to I Plus. ഞാൻ അക്ഷര. നമ്മൾ കേട്ട കാറ്റഗറി 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എപ്പിസ്റ്റോളറി നോവൽ? എപ്പിസ്റ്റോളറി നോവലിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? എമ്മ, പമീല, ക്ലാരിസ, എവലീന. നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പിസ്റ്റോളറി നോവൽ എന്താണെന്ന് ഈ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ കൂട്ടത്തിൽ ഏതാണ് വരാത്തത്? ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എമ്മയാണ്. എപ്പിസ്റ്റോളറി നോവലിന്റെ പ്രത്യേകത എന്താണ്? ദ നോവൽ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. കത്തുകളുടെ രൂപത്തിൽ ലെറ്റേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസ് അങ്ങനെയായിരിക്കും എപ്പിസ്റ്റോളറി നോവലിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മറ്റ് വർക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് വർക്കുകൾ തന്നെയാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പമീല സാമുവൽ റിച്ചാർഡ്സന്റെ വർക്കാണ്, എപ്പിസ്റ്റോളറി നോവലാണ്. പമീലയുടെ ആൾട്ടർനേറ്റ് ടൈറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് വിർച്യു റിവാർഡഡ്. ക്ലാരിസ സാമുവൽ റിച്ചാർഡ്സന്റെ വർക്കാണ്, എപ്പിസ്റ്റോളറി നോവൽ തന്നെയാണ്. എവലീന ഫാനി ബെർണിയുടെ എപ്പിസ്റ്റോളറി ആയിട്ടുള്ള നോവലാണ്. എന്നാൽ ജെയിൻ ഓസ്റ്റിന്റെ എമ്മ എന്നുള്ള വർക്ക് ആരുടെയാണ് എന്ന് മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട്. ജെയിൻ ഓസ്റ്റിന്റെ നോവലാണ്, എപ്പിസ്റ്റോളറി നോവൽ അല്ല. അടുത്ത ചോദ്യം, author who popularized the dramatic monologue. ഡ്രാമാറ്റിക് മോണലോഗിനെ പോപ്പുലറൈസ് ചെയ്ത ഓതർ ഈ കൂട്ടത്തിൽ ആരാണ്? തോമസ് ആർണോൾഡ്, അലക്സാണ്ടർ പോപ്പ്, GM ഹോപ്കിൻസ്, റോബർട്ട് ബ്രൗണിംഗ്. ഡ്രാമാറ്റിക് മോണോലോഗ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റാനയാണ്. ആരാണ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്? റോബർട്ട് ബ്രൗണിംഗ് ആണ്. ബ്രൗണിങ്ങിന്റെ ഫോം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ഡ്രാമാറ്റിക് മോണോലോഗ് അതിന്റെ പ്രത്യേകതകളും നമുക്ക് അറിയാം. എന്താണ് ഡ്രാമാറ്റിക് മോണോലോഗ്? Is a poetic form where a single speaker addresses a listener, revealing their character through speech. Dramatic monologue ഒരു poetic form ആണ്. ഒരു സിംഗിൾ സ്പീക്കറെ കാണത്തുള്ളൂ. ആ സിംഗിൾ സ്പീക്കർ എന്ത് ചെയ്യുവാണ്? ഒരു ലിസണറോട് സംസാരിക്കുവാണ്. പക്ഷെ ആ ലിസണർ തിരിച്ചെന്തെങ്കിലും പറയുവോ? ഇല്ല, സൈലന്റ് ലിസണർ ആണ്. റിവീലിംഗ് ദ ക്യാരക്ടർ ത്രൂ സ്പീച്ച്. അപ്പൊ ആ ഒരു സ്പീക്കറിന്റെ സ്വഭാവം ആ ഒരു സ്പീക്കറിന്റെ സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോബർട്ട് ബ്രൗണിംഗ് ആണ് ഈ ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഇത്രയധികം പോപ്പുലറൈസ് ചെയ്തത്. മൈ ലാസ്റ്റ് ഡച്ചസ്, ആൻഡ്രിയ ഡെൽ സർട്ടോ ഒക്കെ ഇതിന്റെ പ്രശസ്തമായിട്ടുള്ള ഡ്രാമാറ്റിക് മോണോലോഗ്സ് ആണ്. തോമസ് ആർണോൾഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ഈ ടൈപ്പ് പോയിട്രി എഴുതിയിട്ടില്ല. അലക്സാണ്ടർ പോപ്പിനെ നമുക്കറിയാം, സറ്റയർ ആൻഡ് ഹീറോയിക് കപ്ലറ്റ്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ജെറാഡ് മാൻലെ ഹോപ്കിൻസ് അല്ലെങ്കിൽ GM ഹോപ്കിൻസ് എന്താണ്? യൂണിക് റിതം, നാച്ചുറൽ പോയിട്രി ഒക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. നമ്മൾ ഈ റാനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഈ റോബർട്ട് ബ്രൗണിങ്ങിന്റെ പേര് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കൂടെ തന്നെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിനെയും നമുക്ക് മറക്കാനായിട്ട് ഇല്ല. അടുത്ത ചോദ്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ഹാർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് ആൻഡ് ഹാർഡ് ആർ സ്വീറ്റ്. ഐഡന്റിഫൈ ദ പോയിറ്റ്. വളരെ എന്താണ്, നമുക്കൊരു റൊമാൻറ്റിക് ലിറ്ററേച്ചർ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന വരികളിൽ ഒന്നാണ് അല്ലെ, ഹാർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് ആൻഡ് ഹാർഡ് ആർ സ്വീറ്റ്. ആരുടേതാണ്? W.B. Yeats, തോമസ് ഗ്രേ, റോബർട്ട് ഫ്രോസ്റ്റ്, ജോൺ കീറ്റ്സ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൽ റൊമാൻറ്റിക് പോയിറ്റ് ആരാണുള്ളത്? മറ്റാരുമല്ല, നമ്മുടെ ജോൺ കീറ്റ്സ് തന്നെയാണ്. The line hard melodies are sweet but those unheard are sweet. അത് ഏത് വർക്കിൽ നിന്നുള്ളതാണെന്ന് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഓഡോണി ഗ്രീഷ്യൻ ആണ് വർക്ക്. ജോൺ കീറ്റ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം മേജർ റൊമാൻറ്റിക് പോയിറ്റ് ആണ്. ഹിസ് നോൺ ഫോർ റിച്ച് ഇമേജറി ആൻഡ് ബ്യൂട്ടി. റിച്ച് ഇമേജറി ആൻഡ് ബ്യൂട്ടി ആണ് കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം, whose gravestone bears the inscription here lies one whose name was written in water? Lord Byron, S.T. Coleridge, P.B. Shelley, John Keats. ആരുടേതാണ്? ജോൺ കീറ്റ്സിന്റെ ഗ്രേവ് സ്റ്റോണിലാണ് ഇത്തരത്തിലൊരു ഇൻസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. Here lies one whose name was written in water. ജോൺ കീറ്റ്സ് ഒരു മേജർ റൊമാൻറ്റിക് പോയിറ്റ് ആണ്, നമുക്കറിയാം. അദ്ദേഹം വളരെ യങ് ഏജിൽ, നമ്മൾ യങ് റൊമാൻറ്റിക്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം എന്താണ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടവരാണ്. ആ ഒരു ചെറിയ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ എന്താണ് ഇത്രയും കവിതകൾ എഴുതി പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്കിപ്പോ ഓൾഡർ ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കോൾറിഡ്ജ് ആവട്ടെ, വേർഡ്സ്വർത്ത് ആവട്ടെ, അവരുടെയൊക്കെ ലൈഫ് ടൈം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ബൈറൺ, ഷെല്ലി, കീറ്റ്സ് ഒക്കെ വളരെ യങ് ഏജിൽ തന്നെ മരണപ്പെട്ടവരാണ്. ഇപ്പൊ ജോൺ കീറ്റ്സിന്റെ
ആ കാര്യം പറയുവാണെങ്കിൽ ഹിസ് ലൈഫ് ടൈം ഹിസ് വർക്ക് വാസ് നോട്ട് ഫുള്ളി അപ്രീഷിയേറ്റഡ് ആൻഡ് ഹി ഫിയർഡ് ഹി വുഡ് ബി ഫോർഗെറ്റൻ. അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വർക്കിന് കിട്ടേണ്ട അത്ര ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പൊ അത് മറന്നു പോകുമോ എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അവർ മരണം അടുത്ത സമയത്തൊക്കെ ആയിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇൻസ്ക്രിപ്ഷൻ വേണം എന്നുള്ളത്. ബിക്കോസ് ഓഫ് ദിസ് ഫീലിംഗ് ഉണ്ടായത് കൊണ്ട് ഇദ്ദേഹം തന്നെയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ വെക്കാനുള്ള ഇൻസ്ക്രിപ്ഷൻ ചൂസ് ചെയ്തു. Here lies what whose name was written in water. അടുത്ത ചോദ്യം, which among the following is an autobiographical novel set in Nottingham Mining Village? Nottingham Mining Villageൽ വരുന്ന ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ഏതാണ്? ബ്രേവ് ന്യൂ വേൾഡ്, സൺസ് ആൻഡ് ലവേഴ്സ്, ദ ഗ്രേപ്സ് ഓഫ് രാത്ത്, അണ്ടർ ദ വോൾക്കാനോ. ഏതാണ്? സൺസ് ആൻഡ് ലവേഴ്സ് ആണ്. സൺസ് ആൻഡ് ലവേഴ്സ് ആരുടെ വർക്കാണ്? റിട്ടൺ ബൈ D.H. ലോറൻസ്. D.H. ലോറൻസിന്റെ വർക്കാണ്. ഇറ്റ്സ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ബേസ്ഡ് ഓൺ ഹിസ് ഓൺ ലൈഫ്. ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. നോട്ടിംഗ്ഹാം മൈനിങ് വില്ലേജ്, അദ്ദേഹത്തിന്റെ ഹോം ടൗണുമായിട്ട് സിമിലർ ആയിട്ടുള്ള നോട്ടിംഗ്ഹാം മൈനിങ് വില്ലേജിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. പിന്നെ ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ള വർക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് വർക്കാണ്. ആൽഡസ് ഹക്സ്ലി എഴുതിയതാണ്. അതൊരു ഡിസ്റ്റോപ്പിയൻ നോവലാണ്. യുട്ടോപ്പിയൻ നോവൽ നമുക്കറിയാമല്ലേ. യുട്ടോപ്പിയ എന്താണ്? നോവേർ, എങ്ങും നടക്കാത്ത കാര്യങ്ങൾ, പക്ഷെ അതെന്താണ് വളരെ നല്ല കാര്യങ്ങൾ എന്നുള്ള രീതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, കംപ്ലീറ്റ് ആയിട്ട് ക്യാവോസ് ആണ്, പ്രശ്നങ്ങളാണ്, ആ രീതിയിൽ വരുന്നതാണ് ഡിസ്റ്റോപ്പിയൻ നോവൽ എന്ന് പറയുന്നത്. ദ ഗ്രേപ്സ് ഓഫ് രാത്ത്, ജോൺ സ്റ്റീൻബാക്ക് ആണ് ഈ ഒരു വർക്ക് അബൌട്ട് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ അമേരിക്ക. അമേരിക്കയിലെ ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള ഒരു വർക്കാണ്. അണ്ടർ ദ വോൾക്കാനോ, അത് മാൽക്കം ക്ലൗഡിയുടെ വർക്കാണ്. മെക്സിക്കോയിൽ സെറ്റിയിട്ടുള്ള വർക്കാണ്. അടുത്ത ചോദ്യം, why is the year turn 66 important in English history? ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വർഷമുണ്ട്. ആ വർഷം ഏതാണ്? 1066 ആണ്. എന്താണ് ഇംഗ്ലണ്ട് ഹിസ്റ്ററിയിൽ, ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ ഈ ഒരു വർഷം സംഭവിച്ചത്? റെസ്ട്രേഷൻ, നോർമൻ കോൺക്വസ്റ്റ്, റിനൈസൻസ്, സ്പാനിഷ് ആർമാഡ. എന്താണ് 1066 സംഭവിച്ചത്? നോർമൻ കോൺക്വസ്റ്റ് ആണ്. അപ്പൊ ഈ 1066 എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ഈ വർഷം എന്താണ് സംഭവിക്കുന്നത്? വില്യം ദ കോൺക്യൂറർ ഡിഫീറ്റഡ് കിങ് ഹാരോൾഡ് സെക്കൻഡ് അറ്റ് ദ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിംഗ്സ്. ഓരോന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. 1066 നോർമൻ കോൺക്വസ്റ്റ്, വില്യം ദ കോൺക്യൂറർ അല്ലെങ്കിൽ വില്യം ഓഫ് നോർമൻഡി, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹി ഡിഫീറ്റഡ് കിങ് ഹാരോൾഡ് സെക്കൻഡ്. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിംഗ്സ് വഴി എന്ത് ചെയ്യുന്നു? കിങ് ഹാരോൾഡ് രണ്ടാമനെ തോൽപ്പിക്കുകയും, അങ്ങനെ തോൽപ്പിച്ചത് കൊണ്ട് എന്താണ് ഇംഗ്ലണ്ടിൽ മാറ്റം വരുന്നത്? ദിസ് ഈവൻ ചേഞ്ച്ഡ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ബൈ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ ഒരു മാറ്റം വരുന്നത് എന്താ? ബ്രിങ്ങിങ് നോർമൻ. നോർമൻ എന്താണ്? ഫ്രഞ്ച് ആണല്ലേ. വില്യം ഓഫ് നോർമൻഡി ആണ് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ വില്യം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ്? നോർമൻ റൂൾ, ഫ്രഞ്ച് റൂള് കൊണ്ടുവരുന്നു. ഇൻഫ്ലുവൻസിങ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മെനി ഫ്രഞ്ച് വേർഡ്സ്, ഒരുപാട് ഫ്രഞ്ച് വേർഡ്സ്, ഒരുപാട് ഫ്രഞ്ച് ലോൺ വേർഡ്സ് നമുക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഈ വാക്കുകളൊക്കെ വരാനുള്ള കാര്യം എന്താണ്? ഈ പറയുന്ന പോലെ ഫ്രഞ്ച് ലാംഗ്വേജ് സമൂഹത്തിന്റെ പല തലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ പല വാക്കുകളും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. കൾച്ചർ, പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. കൾച്ചറിലും പൊളിറ്റിക്സ് സൊസൈറ്റിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത്, അതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള എന്താണ്? 1066 നടന്ന ബാറ്റിൽ ഓഫ് ഹേസ്റ്റിംഗ്സ് ആണ്. അടുത്ത ചോദ്യം, the character Monk Ambrosio was created by. Monk Ambrosio എന്നുള്ള ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഹൊറേസ് വാൾപോൾ, മാത്യു ഗ്രിഗറി ലൂയിസ് ആൻഡ് റാഡ്ക്ലിഫ് വില്യം ബെക്ക്ഫോർഡ്. ആരാണ്? മാത്യു ഗ്രിഗറി ലൂയിസ് ആണ്. The character Monk Ambrosio appears in the Monk എന്നുള്ള വർക്കിലാണ്. It was written by Matthew Gregory Lewis. എന്താണ് ഈ വർക്കിന്റെ പ്രത്യേകത? നോവൽ ഈസ് ഫേമസ് ഗോത്തിക് നോവൽ. ഗോത്തിക് നോവൽ ആണ്. നോൺ ഫോർ ഡാർക്ക് തീം. ഗോത്തിക് നോവൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം തീമൊക്കെ എന്തായിരിക്കും? ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും അല്ല, ഭയങ്കര നിഗൂഢതകൾ നിറഞ്ഞ കോട്ടകളും അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും അല്ലെ. അതാണ് ഗോത്തിക് നോവൽ. അടുത്ത ചോദ്യം ഒരു കമന്റ് ആണ്. Who commented? I heartily hate and detest the animal called man. ആരുടെ കമന്റ് ആണ്? അലക്സാണ്ടർ പോപ്പ്, ഡ്രൈഡൻ, ഡോക്ടർ ജോൺസൺ, ജൊനാഥൻ സ്വിഫ്റ്റ്. ആരാണ് ഇത്തരത്തിൽ പറഞ്ഞത്? ജൊനാഥൻ സ്വിഫ്റ്റ് ആണ് പറഞ്ഞത്. I heartily hate and detest the animal called man. This line, ഈ particular line നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ reflect deep misanthropy. Misanthropy എന്താ? hatred of mankind. mankind ഇഷ്ടമല്ല, mankind നോടുള്ള ഒരു hate. It is associated with Jonathan Swift. Swift often criticized human nature through satire.
അദ്ദേഹം സറ്റയറിലൂടെ പലപ്പോഴും ആക്ഷേപഹാസ്യങ്ങളിലൂടെ മനുഷ്യന്റെ ആ ഒരു സ്വഭാവങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ ഗളിവേഴ്സ് ട്രാവൽസ് അറിയാലോ. ആ ഒരു വർക്കിലൂടെ ഒക്കെ എന്താണ് ഈ ഹ്യൂമൻ നേച്ചറിനെ അദ്ദേഹം ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്? നമ്മൾ സ്ട്രക്ചറലിസം ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കോറായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്. ആരാണ് ഇതിന്റെ ഓഥർ? ലിയോണാർഡ് ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, ഫെർഡിനാൻഡ് ഡി സെഷുവർ, എഡ്വേർഡ് സെപ്പർ. ആരാണ്? ഫെർഡിനാൻഡ് ഡി സെഷുവർ ആണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കിന്റെ ആ ഒരു ഓഥർ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് റിട്ടൺ ബൈ ഫെർഡിനാൻഡ് ഡി സെഷുവർ. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ഇൻ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇൻട്രൊഡ്യൂസ് കീ ഐഡിയാസ് ലൈക്ക് അദ്ദേഹം പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ സൈനിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ്? സിഗ്നിഫയറും ഉണ്ട്, സിഗ്നിഫൈഡും ഉണ്ട്. ആ ഒരു സൈൻ അത് എന്തൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്? ഒരു രൂപവും അത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ട്രീ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മുടെ മനസ്സിൽ തെളിയുന്ന രൂപമുണ്ട്, അതോടൊപ്പം ട്രീ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദവും ഉണ്ട്. അതാണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്, സ്ട്രക്ചറലിസം, സ്ട്രക്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കുറെ തിയറീസ് വരുന്നില്ലേ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഫെർഡിനാൻഡ് ഡി സെഷുവർ ഒരിക്കലും എന്താണ് ഇങ്ങനെ ഈ ഒരു ബുക്കാക്കി അങ്ങനെ എഴുതി പബ്ലിഷ് ചെയ്യണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? കോളേജിലെ ലെക്ചേഴ്സ് സ്റ്റുഡൻസ് കളക്ട് ചെയ്ത് പിന്നീട് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷണൽ സെമിനൽ ടെക്സ്റ്റ് ഉണ്ടാകുന്നത്. ബാക്കി വ്യക്തികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ലിയോണാർഡ് ബ്ലൂംഫീൽഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ഇൻ അമേരിക്ക. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് മേഖല തന്നെയാണ്, അമേരിക്കയിലാണ്. നോം ചോംസ്കി ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമർ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ഗ്രാമർ. പിന്നെ എന്തുണ്ട് നമുക്ക്? ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇതൊക്കെ നോം ചോംസ്കി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നോം ചോംസ്കി മിക്കവാറും പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. എഡ്വേർഡ് സപ്പീർ. സപ്പീർ എന്താണ്? സപ്പീർ-വൂർഫ് ഹൈപ്പോത്തിസിസ്. നമ്മളെ ലാംഗ്വേജുമായിട്ടുള്ള കുറച്ച് തിയറീസ് ഒക്കെ പറയുന്ന സമയത്ത് പഠിക്കുന്നതാണ് സപ്പീർ-വൂർഫ് ഹൈപ്പോത്തിസിസ്. അതിലുള്ള ഒരു വ്യക്തിയാണ് എഡ്വേർഡ് സപ്പീർ. അടുത്ത ചോദ്യം, ആന്തം ഫോർ ഡൂംഡ് യൂത്ത് ഇസ് എ പോം ബൈ. ആന്തം ഫോർ ഡൂംഡ് യൂത്ത് ആരുടെ പോമാണ്? വാൾട്ട് വിറ്റ്മാൻ, റോബർട്ട് ഗ്രേവ്സ്, വിൽഫ്രഡ് ഓവൻ, ഐസക് റോസൻബർഗ്. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുടെ പോമാണ്? വിൽഫ്രഡ് അവന്റെ പോയമാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? വാർ പോയിട്രിയുമായി ബന്ധപ്പെട്ടതാണ്. And the Fodum was written by Wilfred Owen, a famous war poem of World War I. World War I famous war poem. It criticizes the horrors of war and lack of proper funeral rites of soldiers. എന്താണ് horrors of war നെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതോടൊപ്പം എന്താണ് ഈ സോൾജേഴ്സ് അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ഫ്യൂണറൽ റൈറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് എഴുതിയതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാർ പോയിറ്റ്സ് തന്നെ എന്താണ്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു കൂട്ടർ എന്താണ്? അവര് ആ വീട്ടിലിരുന്നു കൊണ്ട് വാറിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതി. എന്നാൽ മറ്റൊരു കൂട്ടർ വിൽഫ്രഡ് ഓവനെയും സിഗ്ഫ്രിഡ് സെസൂണിനെയും പോലെയൊക്കെയുള്ളവർ എന്താ ചെയ്തത്? അവര് നേരെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി. യുദ്ധത്തിന്റെ അത്രയും ഭീകരതകളൊക്കെ അവര് നേരിട്ട് അനുഭവിച്ചു. എന്താണ് അത്രയും ഭീകരമായിട്ടുള്ള ആ ഒരു മുഖത്തെ കുറിച്ച് ആ ഒരു എത്രയായാലും യുദ്ധം എന്ന് പറയുന്ന ഒന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും നഷ്ടമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അത് അതിന്റെ ഭീകരത അത് എത്രമാത്രം എന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് അവര് നേരിട്ട് എഴുതുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു കവിതകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഈ വാർ പോയിറ്റ്സ് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ്. അടുത്ത ചോദ്യം, ഹു ഹാസ് ഇൻ ദ സ്കോട്ടിഷ് ത്രോൺ അറ്റ് ദ എൻഡ് ഓഫ് മാക്ബെത്ത്. ഷേക്സ്പിയറിയൻ പ്ലേസിൽ നിന്ന് പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ പ്ലേയും പഠിച്ചിട്ട് നമുക്ക് പോകുന്ന പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ബുക്സ് എസ്പെഷ്യലി ഫേമസ് ആയിട്ടുള്ള ട്രാജഡീസ് അപ്പൊ അതിന്റെ കഥകളൊക്കെ അറിഞ്ഞിരിക്കണം, മെയിൻ ക്യാരക്ടേഴ്സ് അറിഞ്ഞിരിക്കണം, മെയിൻ ഈവന്റ്സ് അറിഞ്ഞിരിക്കണം. ഏറെക്കുറെ എന്താണ് ഒരു ഏകദേശ ധാരണ മതി. ഇപ്പൊ നമുക്ക് ഫുൾ നാടകങ്ങൾ ഷേക്സ്പിയറിന്റെ 36 നാടകങ്ങളും പഠിച്ച് നമുക്ക് ഒരിക്കലും പോയി എന്താണ് ഇതുപോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷന് പോകാൻ പറ്റില്ല. അപ്പൊ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം? എന്തൊക്കെയാണ്, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, എന്താണ് കഥയിൽ സംഭവിക്കുന്നത്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ മാക്ബെത്ത് എന്നുള്ള നാടകത്തിന്റെ അവസാനത്ത്
സ്കോട്ടിഷ് ത്രോൺ ആരാണ് അവിടെ രാജാവാകുന്നത്? ബാൻകോ, മാൽക്കോം, മാക്കഫ്, ഫ്ലിയാൻസി. ആരാണ് വരുന്നത്? ബാൻകോ ആണോ, മാൽക്കോം ആണോ, മാക്ഡഫ് ആണോ, ഫ്ലിയാൻസി ആണോ? ആരാണ് വരുന്നത്? മാൽക്കോം ആണ് എൻഡിൽ സ്കോട്ടിഷ് ത്രോണിലോട്ട് എത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എൻഡിൽ എന്താണ്? മാക്ബത്ത് ഈസ് കിൽഡ് ബൈ മാക്ഡഫ്. Macbeth had taken the throne unlawfully by murdering King Duncan. അപ്പൊ എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? അൺലോഫുള്ളി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ ഒരു കിങ് ഡങ്കനെ വധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാക്ബത്ത് ഒരു ത്രോണിൽ വരുന്നതാണ്. Then മാൽക്കോം കിങ് ആയിട്ട് മാറുന്നുണ്ട്. മാൽക്കോം ഇസ് എ ട്രൂ ഹൈ ടു ദ ത്രോൺ. ത്രോണിൽ എത്തേണ്ട യഥാർത്ഥ വ്യക്തി മാൽക്കോം ആയിരുന്നു. ആഫ്റ്റർ മാക്ബത്ത് മാൽക്കോം റിട്ടേൺ ആൻഡ് ഈസ് ഡിക്ലെയർഡ് ആസ് ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ കിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. അപ്പൊ എന്താണ് നമ്മുടെ മാൽക്കോം റെപ്രസെന്റ് ചെയ്യുന്നത്? ലെജിറ്റിമസി, അതായത് റൈറ്റ്ഫുൾ റൂൾ. യഥാർത്ഥ ആള് തന്നെ എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ എത്തുന്നു. ദെൻ ജസ്റ്റിസ്, ദെൻ റെസ്ട്രിക്ഷൻ ഓഫ് ഓർഡർ. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓർഡർ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണ് ആ നാടകത്തിന്റെ എൻഡ് വരുന്നത്. അടുത്ത ചോദ്യം, ഹു ഈസ് റെഫേർഡ് ടു ആസ് കസിൻ ബ്രിഡ്ജറ്റ് ഇൻ ദ എസേസ് ഓഫ് ചാൾസ് ലാംബ്. ചാൾസ് ലാംബിന്റെ എസേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, പേഴ്സണൽ ടച്ച് ഉള്ള എസേസ് ആണ്. ആരെയാണ് കസിൻ ബ്രിഡ്ജറ്റ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത്? ബ്രിഡ്ജറ്റ് ലാംബ്, സാറ ലാംബ്, മേരി ലാംബ്, മിസിസ് മേരി ഫീൽഡ്. അപ്പൊ ആരെയാണ്? മേരി ലാംബിനെയാണ് കസിൻ ബ്രിഡ്ജറ്റ് എന്ന് റെഫർ ചെയ്യുന്നത്. In the essays of Charles Lamb, cousin Bridget is a pen name for his sister Mary Lamb. അപ്പൊ ചാൾസ് ലാമ്പിന്റെ സഹോദരിയാണ് മേരി ലാംബ്. മേരി ലാമ്പിന്റെ പെൻ നെയിം ആയിട്ട് കസിൻ ബ്രിഡ്ജറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ചാൾസ് ലാംബ് ഓഫൻ റോട്ട് അണ്ടർ ദ നെയിം എലിയ. അപ്പൊ എന്താണ് അദ്ദേഹം? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് ലാംബ് ഏത് പേരിലാണ് എസേസ് എഴുതുന്നത്? എസേസ് ഓഫ് എലിയ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ നോക്കിക്കേ, എലിയ അത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഹി റെഫർ ടു ഹിസ് സിസ്റ്റർ അഫെക്ഷനേറ്റ്ലി ആസ് ബ്രിഡ്ജറ്റ് എലിയ ഓർ കസിൻ ബ്രിഡ്ജറ്റ്. അപ്പം ചാൾസ് ലാംബ് എന്ത് ചെയ്യുന്നുണ്ട്? എലിയ എന്നുള്ള പേരിൽ എഴുതുന്നുണ്ട്. സിസ്റ്ററിനെ മേരി ലാംബാണ് സിസ്റ്ററിനെ ബ്രിഡ്ജറ്റ് എലിയ അല്ലെങ്കിൽ കസിൻ ബ്രിഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അഫെക്ഷനേറ്റ്ലി സ്നേഹപൂർവ്വം പറയുന്നുണ്ട്. ഷീ അപ്പിയർസ് ആസ് എ ക്യാരക്ടർ ഇൻ മെനി ഓഫ് ഹിസ് എസേസ്. ഒരുപാട് എസേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ആര് വരുന്നുണ്ട്? ഈ കസിൻ ബ്രിഡ്ജറ്റ് അല്ലെങ്കിൽ ബ്രിഡ്ജറ്റ് എലിയ വരുന്നുണ്ട്. ആരാണ്? മേരി ലാംബാണ്. അടുത്ത ചോദ്യം, വിച്ച് പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ഇസ് നോൺ ആസ് എ പീരീഡ് ഓഫ് ഫുൾ ഇൻഫ്ലക്ഷൻസ്? ഇൻഫ്ലക്ഷൻസ് അടങ്ങിയ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, ഏർലി മോഡേൺ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. ഫുൾ ഓഫ് ഇൻഫ്ലക്ഷൻസ് എപ്പോഴായിരുന്നു? ഓൾഡ് ഇംഗ്ലീഷിലാണ് അല്ലേ. പിന്നെ അത് മിഡിൽ ഇംഗ്ലീഷ് വന്നു. പിന്നെ മോഡേൺ ഇംഗ്ലീഷിൽ എത്തിയതോറും എന്ത് സംഭവിക്കുന്നു? ഇൻഫ്ലക്ഷൻസ് കുറഞ്ഞ് വരികയാണ്. Old English is known as a period of full inflections. Word changed form endings to show. Word changed form ഇപ്പൊ എന്താണ്? Word changed form endings, അതായത് അവസാനം എന്താണ്? ഒരു ഇൻഫ്ലക്ഷൻസ് ഉണ്ടാകുന്ന കേസ്, സബ്ജക്ട്, ഒബ്ജക്ട് അതൊക്കെ കാണിക്കാൻ, ജെൻഡർ കാണിക്കാൻ, നമ്പർ കാണിക്കാൻ ഒക്കെ ആയിട്ട് എന്താണ് പറയുന്ന പോലെ ഒരുപാട് ഇൻഫ്ലക്ഷൻസ് ഉണ്ട്. ഹൈലി ഇൻഫ്ലക്റ്റഡ് ലാംഗ്വേജ് ആയിരുന്നു. പിന്നീട് അതൊക്കെ ചുരുങ്ങിയാണ് നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് among the following was originally titled മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്? മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ, ഒറിജിനൽ ടൈറ്റിൽ ആണ്. ഒറിജിനൽ ടൈറ്റിൽ, ആൾട്ടർനേറ്റ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ എന്താണ് ഒറിജിനൽ ടൈറ്റിൽഡ്? മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്. ഏത് വർക്കാണ്? ടേമിംഗ് ഓഫ് ദ ഷൂ, ഷീ സ്റ്റൂപ്സ് ടു കൺക്യൂർ, ദ സ്കൂൾ ഓഫ് സ്കാൻഡൽ, മച്ച് ഷെഡോ എബൌട്ട് നത്തിങ്. അപ്പൊ ഏതാണ് വർക്ക് വരുന്നത്? ഷീ സ്റ്റൂപ്സ് ടു കൺക്യൂർ ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ എന്താണ് ഒറിജിനൽ ടൈറ്റിൽ ആയിരുന്നു മിസ്റ്റേക്സ് ഓഫ് നൈറ്റ്. ഷീ സ്റ്റൂപ്സ് ടു കൺക്യൂർ, റിട്ടൺ ബൈ ഒലിവർ ഗോൾഡ്സ്മിത്ത്. ഇറ്റ്സ് ഒറിജിനൽ ടൈറ്റിൽ വാസ് മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്. ലൈറ്റ് എക്സ്പാൻഡഡ് ടു ഷീ സ്റ്റൂപ്സ് ടു കൺക്യൂർ ഓർ ദ മിസ്റ്റേക്ക് ഓഫ് എ നൈറ്റ്. നമുക്ക് ചില വർക്കുകൾ നോക്കുമ്പോൾ അറിയാം, ഈ കമീല ഓർ വിർച്യൂ റിവാർഡ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ് അതിന്റെ കൂടെ തന്നെ ചേർത്ത് എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ദിസ് ഇസ് എ ഫേമസ് 18th century കോമഡി, ഒരു 18ാം നൂറ്റാണ്ടിലെ കോമഡി ആയിട്ട്. വാസ് ബേസ്ഡ് ഓൺ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി, സോഷ്യൽ മാനേഴ്സ്, ഹ്യൂമർ അറൈസിംഗ് ഫ്രം കൺഫ്യൂഷൻ. നമ്മൾ ആ ഒരു ടൈം നോക്കി കഴിഞ്ഞാൽ 18ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുമായിരിക്കും. മിസ്റ്റേക്കൺ ഐഡന്റിറ്റി, സോഷ്യൽ മാനേഴ്സ്, അതുപോലെ കൺഫ്യൂഷനിലൂടെ വരുന്ന ഹ്യൂമർ, അതൊക്കെയാണ് ഇവിടെ തീമായിട്ട് വരുന്നത്.
Who invented the character of Judith Shakespeare, the fictional sister of Shakespeare? ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ ഷേക്സ്പിയറിനെ പോലെ തന്നെ അത്രയും എന്താണ് ആ ഒരു എഴുതാനുള്ള കാലിബർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? ഷേക്സ്പിയറിനെ പോലെ സ്ത്രീയാണ്, ഫിക്ഷണൽ സിസ്റ്റർ ആണ്, സഹോദരിയാണ്. അങ്ങനെയാണെങ്കിൽ ഷേക്സ്പിയറിനെ പോലെ ലോകപ്രസിദ്ധയായി തീരുമോ? ഒരിക്കലുമില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്താണ് അവർ എങ്ങും എത്താതെ ആരും ആകാതെ പോയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ പേര് ജൂഡിത്ത് ഷേക്സ്പിയർ. ശരിക്കും അങ്ങനെ ആളില്ല കേട്ടോ. അപ്പൊ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള ക്യാരക്ടർ സൃഷ്ടിച്ചത് ആരാണ്? ബെൽ ഹൂക്സ്, മേരി ഷെല്ലി, ജൂലിയ ക്രിസ്തേബ, വിർജീനിയ വൂൾഫ്. ആരാണ്? വിർജീനിയ വൂൾഫ് ആണ് ഈ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള ക്യാരക്ടറിനെ സൃഷ്ടിച്ചത്. The character of Judith Shakespeare was created by Virginia Woolf. അപ്പൊ ഈ ഒരു വർക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ പറയുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് എ പോം ഓഫ് വൺസ് ഓൺ. ഒരു സ്ത്രീക്ക് എഴുത്തുകാരി ആവണമെങ്കിൽ എന്ത് വേണം? സ്വന്തമായിട്ടൊരു മുറിയും കയ്യില് ആവശ്യത്തിന് പണവും വേണം എന്ന് പ്രസ്താവിക്കുന്ന അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വർക്കാണ് എ പോം ഓഫ് വൺസ് ഓൺ. റൈറ്ററിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, വിർജീനിയ വൂൾഫ്. ഈ ഒരു ക്യാരക്ടറിനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? ജൂഡിത്ത് ഈസ് ഇമാജിൻഡ് ആസ് ദ ഈക്വലി ടാലന്റഡ് സിസ്റ്റർ ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിനെ പോലെ തന്നെ ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് ജൂഡിത്ത് എന്ന് ഇമാജിൻ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ടു ഷോ ദാറ്റ്. എന്നിട്ട് ഈ കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് വിർജീനിയ വൂൾഫ് എന്തിനാണ് ശ്രമിച്ചതും? വിമൻ ഇൻ ദ പാസ്റ്റ് ഹാഡ് നോ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ റൈറ്റിംഗ്. വിദ്യാഭ്യാസം നേടാനോ എഴുതാനോ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ഈവൻ ഈഫ് എ വിമൻ had a genius, she would be suppressed by society. അപ്പൊ എന്താണ്? ഈവൻ വിമന് ജീനിയസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സമൂഹം അവളെ അടിച്ചമർത്തിക്കളയും. അപ്പൊ എന്താണ്? അങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്ത്രീകളെ എല്ലാം എന്താണ്? ബാധ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇവരോട് വളരെ ക്രൂവലായിട്ട് സൊസൈറ്റി പെരുമാറിയിരുന്നു. ആ ഒരു കാലഘട്ടത്തെ, ആ ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ചിട്ട് പിന്നെ നമുക്കറിയാം, ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അറിയാലോ, ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും എന്താണ് സ്ത്രീകളുടെ എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നീട് നോക്കുമ്പോൾ എന്താണ് പുരുഷന്മാരുടെ പേരുകൾ ഉപയോഗിച്ച്, പെൺനെയിംസ് ഉപയോഗിച്ച് സ്ത്രീകൾ എഴുതി. ആ കാലഘട്ടങ്ങളിലൂടെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ ഒരു ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിർജീനിയ വൂൾഫിന്റെ എ പോം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള ആ ഒരു വർക്ക് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം, റെസ്ട്രേഷൻ കോമഡി ഈസ് ഓൾസോ നോൺ ആസ്. റെസ്ട്രേഷൻ കോമഡിയുടെ മറ്റൊരു പേര് എന്താണ്? എന്താണ് ഈ റെസ്ട്രേഷൻ കോമഡി? നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ മൊണാർക്കി റെസ്റ്റോർ ചെയ്തത്, അതായത് കുറച്ച് നാളത്തെ എന്താ പറയുക, കോമൺവെൽത്തിന് ശേഷം നമ്മുടെ കിങ്ങിനെ തിരികെ കൊണ്ടുവന്ന് അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമുക്ക് മൊണാർക്കി റെസ്റ്റോർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നാടകങ്ങളുടെയും മറ്റ് ആർട്ട് ഫോമുകളുടെയും ഒക്കെ റെസ്ട്രേഷൻ ഉണ്ട്. അപ്പം ആ സമയത്ത് റെസ്ട്രേഷൻ കോമഡി വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ആ അതിന്റെ റെസ്ട്രേഷൻ കോമഡിയുടെ മറ്റൊരു പേര് എന്താണ്? കോമഡി ഓഫ് മാനേഴ്സ് എന്നാണ് പറയുന്നത്. റെസ്ട്രേഷൻ കോമഡി ആഫ്റ്റർ 1660 എന്ത് സംഭവിക്കുന്നു? ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ചാൾസ് II. ചാൾസ് ഒന്നാമനെ വധിച്ച ശേഷം ചാൾസ് രണ്ടാമനെ നാടുകടത്തുന്നു. ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള കോമൺവെൽത്ത് വരുന്നു. പിന്നീട് റിച്ചാർഡ് ക്രോംവെൽ അധികാരത്തിൽ വരുന്നു. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി അവർക്ക് മൊണാർക്കി ആയിരുന്നു ബെറ്റർ ദാൻ ദ കോമൺവെൽത്ത് എന്ന് മനസ്സിലായി. ചാൾസ് രണ്ടാമനെ തിരികെ കൊണ്ടുവരുന്നു. അതോടൊപ്പം എന്താണ്? അടച്ചുപൂട്ടപ്പെട്ട നാടകശാലകളെല്ലാം തുറക്കുന്നു, ഒരുപാട് നാടകങ്ങൾ വരുന്നു, റെസ്ട്രേഷൻ കോമഡി. അതോടൊപ്പം തന്നെ റെസ്ട്രേഷൻ ട്രാജഡി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ റെസ്ട്രേഷൻ കോമഡിയുടെ പ്രത്യേകത എന്താണ്? വിറ്റ് ആൻഡ് സറ്റയർ, ഒരുപാട് എന്താണ് തമാശകളും ആക്ഷേപഹാസ്യങ്ങളും. ഇറ്റ് ഫോക്കസ് മെയിൻലി ഓൺ അപ്പർ ക്ലാസ് സൊസൈറ്റി, സമൂഹത്തിലെ സോക്കോൾഡ് അപ്പർ ക്ലാസ് സൊസൈറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട്. പ്രധാനപ്പെട്ട തീമുകൾ നമ്മൾ നോക്കിയാൽ ലവ്, മാരേജ്, സോഷ്യൽ ബിഹേവിയർ, ഇതൊക്കെയാണ് പ്രധാന തീമായിട്ട് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഡീൽ വിത്ത് സോഷ്യൽ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്. അപ്പൊ സോഷ്യൽ മാനേഴ്സിനെ കുറിച്ചും കസ്റ്റംസിനെയും കുറിച്ചും പറഞ്ഞതുകൊണ്ട് പലപ്പോഴും എന്താണ് പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് റെസ്ട്രേഷൻ കോമഡി വരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് കോമഡി ഓഫ് മാനേഴ്സ്, കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ള പേര് വന്നത്. അടുത്ത വിന്നർ ഓഫ് 2025 ബുക്ക് ഓഫ് പ്രൈസ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ടെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലും ആ വർഷത്തെയും അതിന് മുൻ വർഷങ്ങളിലുമുള്ള ബുക്ക് ഓഫ് പ്രൈസ് വിന്നേഴ്സിനെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ബുക്ക് ഓഫ് പ്രൈസ് വിന്നേഴ്സ്, അതോടൊപ്പം തന്നെ എന്താണ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം. അപ്പൊ നമുക്ക് 2025 ആർക്കായിരുന്നു? ഡേവിഡ് സലാലയ്ക്കായിരുന്നു 2025 ബുക്ക് ഓഫ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്.
അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവൽസിന് കൊടുക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവാർഡ്സിൽ ഒന്നാണ് ബുക്കർ പ്രൈസ്. നമുക്കറിയാം ഡേവിഡ് സ്ലൈക്കാണ് ആ ഒരു വർഷം കിട്ടിയത്. ഏതാണ് നോവൽ? ആ നോവലിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം. ഫ്ലഷ് എന്നാണ് നോവലിന്റെ പേര്. സ്റ്റോറി, സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ്, ഡീപ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് കൊണ്ടൊക്കെ എന്താണ് ജഡ്ജസ് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു നോവലാണ്, അവാർഡാണ്. then എന്താണ് നോവലിന്റെ പേരെന്താണ്? ഫ്ലഷ് എന്നാണ്. അടുത്ത ചോദ്യം, ഇതൊക്കെ വളരെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഫോം ഓഫ് ലിറിക്കൽ പോയിട്രി ഓഫ് അൻ അഡ്രസ് ടു എ പേഴ്സൺ ഈവന്റ് ഓർ തിങ്. ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഈവന്റിനെ ഒരു തിങ്ങിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ലിറിക്കൽ ആയിട്ട് എഴുതുന്ന പോയിട്രി നമ്മൾ എന്താ പറയുക? എലജി, സോണന്റ്, ഹൈക്കു, ഓഡ്. എന്താണ്? ഓടാണല്ലേ. ഓട് ലിറിക്കൽ പോയിട്രി ആണ്. ഡയറക്ട്ലി അഡ്രസ് പേഴ്സൺ, ഈവന്റ് ഓർ ഒബ്ജക്ട്. ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഈവന്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഒക്കെ എന്താണ് ഡയറക്ട്ലി അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്. യൂഷ്വലി എക്സ്പ്രസ് പ്രൈസ്, അഡ്മിറേഷൻ ഓഫ് ഡീപ് ഫീലിംഗ്. പ്രൈസ് ആവട്ടെ, അഡ്മിറേഷൻ ആവട്ടെ, ഡീപ് ഫീലിംഗ് ആവട്ടെ, അതൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓട്ട് ടു എ നൈറ്റിംഗേൾ, ജോൺ കീറ്റ്സിന്റെ വർക്ക് നമുക്കറിയാം. ഓട്ട് ടു ഗേഷൻ ആൺ, അങ്ങനെ ഒരുപാട് വർക്കുകളില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്? ഓടാണ്. അപ്പോൾ ഓട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. എലജി, എലജി എന്ന് പറയുന്ന അറിയാലോ, വിലാപ കാവ്യമാണ്. സോണറ്റ് നമ്മൾ ഷേക്സ്പിയൻ സോണറ്റ്സ് പഠിച്ചതാണ് അല്ലേ. നമുക്കറിയാം എന്താണ് സോണറ്റുകളുടെ പ്രത്യേകതയെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോണറ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹൈക്യു 3 ലൈൻ പോയിട്രി ആണ്. അടുത്ത ചോദ്യം, ഹു എക്സ്പ്രസ് ദ കൺസെപ്റ്റ് ഓഫ് ആൻ ഐഡിയൽ കോമൺവെൽത്ത് ഇൻ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ്. ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റിലെ ഐഡിയൽ കോമൺവെൽത്ത് എന്നുള്ള ആശയം എക്സ്പ്രസ് ചെയ്യുന്നത് ആരാണ്? ഗോൺസാലോ, ആഡ്രിയാൻ, അലോൺസോ, ട്രിൻകുലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷേക്സ്പിയറിന്റെ വർക്കുകൾ ഇതുപോലെ എല്ലാം നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെ പോകണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ആരാണ് പറഞ്ഞത്? ഗോൺസാലോ ആണ് ഐഡിയൽ കോമൺവെൽത്തിനെ കുറിച്ച് ടെമ്പസ്റ്റിൽ പറയുന്നത്. In the Tempest, the idea of Commonwealth is expressed by Gonzalo. അപ്പൊ ഗോൺസാലോ ആണ് ആ ഒരു ആശയം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പെർഫെക്റ്റ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇപ്പൊ പെർഫെക്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്? ദർ ഇസ് നോ അതോറിറ്റി ഓഫ് ഹൈറാർക്കി. ആരുടെയും കയ്യിൽ എന്താണ് അധികാരം പൂർണ്ണമായിട്ടില്ല. അതോടൊപ്പം തന്നെ എന്താണ് ഹൈറാർക്കി, ഈ പറയുന്ന ഒരു അധികാരത്തിൽ തന്നെ എന്താ ഒരു സ്ട്രക്ചർ അവിടെ വരുന്നില്ല. നോ ട്രേഡ്, വർക്ക് ഓഫ് പ്രോപ്പർട്ടി. ട്രേഡ് വേണ്ട, വർക്ക് വേണ്ട, പ്രോപ്പർട്ടി വേണ്ട. പീപ്പിൾ ലീവ് ഇൻ നാച്ചുറൽ ഹാർമണി ആൻഡ് ഇക്വാളിറ്റി. പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഹാർമണിയിലും ഇക്വാളിറ്റിയിലും ജീവിച്ചു പോകുന്നു. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ അത് എന്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഈ സ്പീച്ച് റിഫ്ലക്ട് ഐഡിയ സിമിലർ ടു ഉട്ടോപ്പിയൻ സൊസൈറ്റി. തോമസ് മോണ്ട് ഉട്ടോപ്പിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഉട്ടോപ്പിയൻ സൊസൈറ്റിയിൽ ഏകദേശം അതുപോലെയുള്ള സിമിലർ ഐഡിയാസ് ആണ് നമുക്ക് ഐഡിയൽ കോമൺവെൽത്ത് എന്ന് പറഞ്ഞ് കോൺസെപ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ലൈൻ ഷാലെ കമ്പേത്തി ടു സമേഴ്സ് ഡേ അപ്പിയേഴ്സ് ഇൻ. വളരെ പ്രശസ്തമായിട്ടുള്ള ഷേക്സ്പിയറിന്റെ വരികളാണ്. അപ്പൊ നോക്കിയ 3 ചോദ്യങ്ങളാണ് ഓൾറെഡി നമ്മൾ ഷേക്സ്പിയർ എന്ന വ്യക്തിയുമായിട്ടൊരു ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മള് ഡ്രാമയാണെങ്കിലും പോയിട്രി ആണെങ്കിലും ചോദിക്കും. അപ്പൊ നോക്കിക്കേ, വീനസ് ആൻഡ് അഡോണിസ്, സോണറ്റ് 18, എ മിഡ്സമ്മേഴ്സ് നൈറ്റ്സ് ഡ്രീം, എ ലവേഴ്സ് കംപ്ലൈന്റ്, ഷാലെ കമ്പേറ്റി ടു സമേഴ്സ് ഡേ. ഇവിടെയാണ് വരുന്നത്, സോണറ്റ് 18ലാണ്. സോണറ്റ് 18 ഓപ്പണിംഗ് ലൈൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോണറ്റുകൾ നോക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വരികൾ തന്നെയാണ് ടൈറ്റിലായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സൗന്ദര്യത്തെ ഞാൻ സമോസ് ഡേയുമായിട്ട് എന്താണ് ഉപമിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഒരു കവിത നമുക്ക് മിസ്റ്റർ WH അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഷേക്സ്പിയർ ഈ ഒരു സോണറ്റ് എഴുതിയിട്ടുള്ളത്. വൺ ഓഫ് ഹിസ് ഫേമസ് സോണസ്റ്റ് ആണ്. then praising beauty and immortality of the beloved. അതായത് പ്രിയപ്പെട്ടവരുടെ ബ്യൂട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇമോർട്ടാലിറ്റി, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? എത്ര കാലം കഴിഞ്ഞാലും എന്താണ് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പൊ സോണറ്റ് നമ്മൾ നോക്കുമ്പോൾ 14 വരിയുള്ള കവിതയാണ്. അപ്പൊ അതിൽ നമുക്ക് ഇറ്റാലിയൻ സോണറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ഇംഗ്ലീഷ് സോണറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാലിയൻ അല്ലെങ്കിൽ പെട്രാർക്കി എന്ന് പറയുന്ന രീതിയുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് സോണറ്റ്സിനെ നമ്മൾ എങ്ങനെ പറയാറുണ്ട്? ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഷാലെ കമ്പേത്തി ടു സമേഴ്സ് ഡേ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റിന്റെ അതാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ നമ്മുടെ റൈമിംഗ് സ്കീം നമുക്ക് മൊത്തത്തിൽ 14 വരികളാണ്. ABAB CD EF GG ആണ് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പൊ എൻഡിങ്ങിൽ എന്ത് വരും? കപ്ലറ്റ് വരും, 2 വരി കപ്ലറ്റ് വരും. ദെൻ പെട്രാർക്കിയൻ സോണത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അവിടെ അതിൽ തന്നെ എന്താണ് നമുക്ക് 2 വേരിയേഷൻ ആയിട്ട് കാണാൻ പറ്റും. ആദ്യം ഒരു 8 വരിയും പിന്നീട് 6 വരിയുമാണ്. അപ്പം ഈ ആദ്യത്തെ 8 വരിയുടെ ABBA ആയിരിക്കും.
ദെൻ നമ്മുടെ അവസാനത്തെ 6 വരിക്ക് 2 രീതിയിൽ വരാം. CDE CDEയും വരാം. അതെ, CDC DCD ആ രീതിയിലും വരാം. അത് പെട്രാർക്കൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ആണ്. പിന്നെ കൂടാതെ നമ്മൾ സ്പെൻസേറിയൻ, അതായത് സ്പെൻസറിന്റെ രീതിയിൽ ഒരു സോണറ്റ് രീതി പറയുന്നുണ്ട്. അവിടെ ABAB BCBC CDCD EE ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. പക്ഷെ പൊതുവെ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത് ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് സോണറ്റ് അല്ലെങ്കിൽ പെട്രാർക്കൻ ഇറ്റാലിയൻ സോണറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഷേക്സ്പീരിയൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ് ആണ്. 14 വരികളാണ്, പഠിച്ചു വെച്ചോണം. അപ്പൊ എന്താണ്, 3 ക്വാട്രെയിൻസും ഒരു കപ്ലറ്റും. ABEB CDCD ERPF GG ആണ് അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.